ഈജിപ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം എന്താ വരുന്നത്? മിക്കവാറും പിരമിഡൊക്കെ ആയിരിക്കും. 4000-ൽ പരം വർഷം പഴക്കമുള്ള പിരമിഡുകളും മമ്മികളും ചുവരെഴുത്തുകളും ഒക്കെയാണ് ഒട്ടുമിക്കവരുടെയും മനസ്സിൽ വരുന്നത്. ആ പുരാതന സംസ്കാരം വഴിയിലെങ്ങോ നഷ്ടപ്പെടുത്തിയതുപോലെയാണ് ഇന്നത്തെ ഈജിപ്റ്റ്. 7-ാം നൂറ്റാണ്ടിൽ അധിനിവേശം ചെയ്ത അറബികളുടെ ഭാഷ, ഭക്ഷണ രീതി, ദൈവസങ്കല്പം ഒക്കെ കടമെടുത്താണ് ആ ജനതയുടെ ഇന്നത്തെ രീതിയും സംസ്കാരങ്ങളും. അലക്സാണ്ടർ ചക്രവർത്തിയുടെ വിജയത്തോടെയാണ് അവിടുത്തെ തദ്ദേശ സംസ്കാരം പതിയെ മാറാൻ തുടങ്ങിയത്. പിന്നീട് 700ഓളം വർഷം നീണ്ടുനിന്ന റോമൻ ഭരണം, അതിനവസാനത്തോടെ ശക്തി പ്രാപിച്ച ക്രിസ്ത്യാനിറ്റി, ശേഷം അറബ് അധിനിവേശം, തുടർന്ന് നെപ്പോളിയന്റെ നേതൃത്വത്തിൽ ഫ്രഞ്ച് കോളനിയായി മാറുന്നു, പിന്നീട് ബ്രിട്ടീഷ് ഭരണം. അത്രയും വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം. അതായത് കൃത്യമായി പറഞ്ഞാൽ അറബ് അധിനിവേശത്തിന് തൊട്ടു മുൻപ്. അന്ന് പല മതങ്ങൾ തമ്മിലടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈജിപ്തിന്. ഭൂരിപക്ഷമായ ക്രിസ്ത്യൻ വിശ്വാസം ജനത്തിന്റെ ഇടയിൽ മാത്രമല്ല ഭരണത്തിലും അധികാരം ഊട്ടിയുറപ്പിക്കാനായി ഹൈപേഷ്യ എന്ന അധ്യാപികയെ ക്രൂരമായി കൊല ചെയ്ത മതഭ്രാന്തന്മാരായ ആൾക്കൂട്ടത്തിന്റെ ഒരു കാലം. ഈ വിച്ച് ഹണ്ട്, കുരിശുയുദ്ധങ്ങൾ ഇതൊക്കെ മാത്രമല്ല, ഇങ്ങനെയും ചില രക്തക്കറകൾ പേറുന്നു ക്രിസ്ത്യാനിറ്റി ചരിത്രത്തിൽ. ആ ചരിത്രം നമുക്ക് ആരംഭത്തിൽ നിന്നും തുടങ്ങാം. നൈൽ നദീ തീരത്ത് ഖിമത്ത് എന്നറിയപ്പെട്ട ഫലഭൂയിഷ്ടമായ നാട്. അവിടുത്തെ മഹാരാജാക്കന്മാരെ ഫറവോമാർ എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ഈ ഫറവോമാർ ഭരിച്ചിരുന്ന ബഹുദൈവാരാധനയുടെ നാട്. എന്നിരുന്നാലും ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഏകദൈവ വിശ്വാസം കൊണ്ടുവന്ന അഖ്നാദൻ എന്ന ഫറവോയുടെ നാടുമാണത്. അദ്ദേഹത്തെ പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മോനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രശസ്തനാണ്, തുതഖാം. എന്തായാലും അഖ്നാദന്റെ കാലശേഷം തിരിച്ച് വിവിധ ദേവതകളെ ആരാധിക്കാനായി ഇവർ മടങ്ങുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാസിഡോണിയക്കാരനായ ഒരു മിസ്റ്റർ അലക്സാണ്ടർ നാടായ നാടൊക്കെ വിജയക്കൊടി നാട്ടി ഖിമത്തിനെയും കൈക്കലാക്കുന്നത്. വിജയസൂചകമായി അവിടുത്തെ പ്രധാന തുറമുഖ നഗരത്തെ അലക്സാൻഡ്രിയ എന്നൊക്കെ പേര് മാറ്റുന്നുണ്ട് അദ്ദേഹം. പേര് മാത്രമല്ല, അതിനെ ഡെവലപ്പ് ചെയ്യാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഒരു പ്ലാന്റ് സിറ്റിയായ അലക്സാൻഡ്രിയ മാറുന്നത് ഇക്കാലത്താണ്. എന്തായാലും ഈ കീഴടക്കിയ സ്ഥലം ഒന്ന് വൃത്തിയായി കാണാൻ പോലും പറ്റാതെ ഏകദേശം 8ഓളം മാസത്തിന് ശേഷം അദ്ദേഹം ഏഷ്യയിലേക്ക് പോകുന്നു. ശേഷം 7-8 വർഷത്തിനകം അദ്ദേഹം മരിക്കുന്നുമുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ ജനറൽമാർക്കിടയിൽ ഈ കീഴടക്കിയ നാടൊക്കെ വീതിച്ചെടുക്കുകയാണ്. അങ്ങനെ ടോളമി എന്ന ജനറൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈജിപ്റ്റ് എത്തുന്നു. ശേഷം 300ഓളം വർഷം ഈ കുടുംബക്കാരാണ് ഭരിക്കുന്നത്. അതായത് നമ്മുടെ പ്രശസ്തയായ ക്ലിയോപാട്രയുടെ മരണം വരെ. ഇവർ ഈജിപ്തിന്റെ രീതികളും മതവും ഒക്കെ അഡോപ്റ്റ് ചെയ്താണ് ഭരിക്കുന്നതെങ്കിലും അവരുടെ ഭാഷ പഠിക്കാൻ ശ്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ടായിരുന്നു. ഈ ക്ലിയോപാട്രയാണ് ഇക്കൂട്ടത്തിൽ ആദ്യമായി അവിടുത്തെ തദ്ദേശ ഭാഷ പഠിക്കാൻ പ്രയത്നിക്കുന്ന ഒരു രാജ്ഞി. എന്തായാലും അലക്സാൻഡ്രിയ അപ്പോഴേക്കും ഒരു കച്ചവട തുറമുഖത്തിനപ്പുറം വളർന്നിരുന്നു. ഈ ഗ്രീക്ക് സ്റ്റൈലിൽ പ്ലാൻ ചെയ്ത് വികസിച്ച അലക്സാൻഡ്രിയ, നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ, ഏഷ്യയിൽ നിന്ന് വരുന്ന ചരക്ക് യൂറോപ്പിലേക്ക് പോകുന്നതിന്റെ ഒരു ഇടനിലയായി പ്രവർത്തിച്ചു. ഈജിപ്റ്റ് എന്ന രാജ്യം അങ്ങനെ ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്താണല്ലോ, ആഫ്രിക്കയുടെയും യൂറോപ്പിന്റെയും ഇടയ്ക്ക്. അതുകൊണ്ട് എന്തായാലും അലക്സാൻഡ്രിയ ഈ കാലത്തോടെ എല്ലാ രീതിയിലും വികസിക്കുന്നു. കച്ചവടം, പണം, വിദ്യാഭ്യാസം. ഒരു പേര് കേട്ട അലക്സാൻഡ്രിയ സർവകലാശാലയൊക്കെ അവിടെ നിലനിന്നിരുന്നു. കാരണം 5-ാം നൂറ്റാണ്ടിലെ വലിയ ലെക്ചർ ഹാളൊക്കെ പുരാവസ്തു ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അലക്സാണ്ടറിന്റെ അല്ലെങ്കിൽ അലക്സാണ്ടർ കാരണം ലോകത്ത് പലയിടത്തും ഈ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉള്ള കെട്ടിടങ്ങളും ഫിലോസഫിയും സാഹിത്യവും ഒക്കെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാകുന്നുണ്ട്. ഈ കാലഘട്ടത്തിനെ ഹെലനിസ്റ്റിക് പീരീഡ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഹെലനിസ്റ്റിക് രീതികളുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് അലക്സാൻഡ്രിയ എന്ന നഗരം. ശേഷം ഈ ക്ലിയോപാട്ര, ജൂലിയസ് സീസർ, ആന്റണി, ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അങ്ങനെ റോമൻ ഭരണം, അതായത് ജൂലിയസ് സീസർ ഭരിച്ച റോമൻ ഭരണം 600-ൽ പരം വർഷം നീണ്ടു നിൽക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് 1-ാം നൂറ്റാണ്ടോടെ സെയിന്റ് മാർക്ക് ദ ഇവാഞ്ചലിസ്റ്റ് അലക്സാൻഡ്രിയയിൽ എത്തുന്നത്. അതോടെയാണ് ക്രിസ്ത്യാനിറ്റി ഈജിപ്തിൽ വരുന്നത്, കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിന്റെ സ്ഥാപനത്തോടെ. ആദ്യമൊക്കെ റോമൻ ഭരണം ഇതിനെ നന്നായി എതിർക്കുന്നുണ്ട്. എന്നാലും 4-ാം നൂറ്റാണ്ടോടെ ഇത് അവിടുത്തെ ഒരു പ്രധാന മതമായി മാറുന്നു. അവിടെ ആ സമയത്ത് ജൂതമതം, ക്രിസ്ത്യാനിറ്റി, പിന്നെ പുരാതന ബഹുദൈവാരാധന ഒക്കെ നിലനിന്നിരുന്നു. ഈ സമയത്തോടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ റൈസിനോട് അനുബന്ധിച്ചാണ് ഈജിപ്തിന്റെ തനതായ വിശ്വാസത്തിന്റെ പതനവും തുടങ്ങുന്നത്. 1-ാം നൂറ്റാണ്ടിൽ റോമൻ രാജാവ് കോൺസ്റ്റന്റൈൻ ആണ്
ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കുന്നത്, അദ്ദേഹം ബാപ്റ്റൈസ് ചെയ്ത്, അതായത് മാമോദിസ മുങ്ങി. പക്ഷേ 4-ാം നൂറ്റാണ്ടോടെ മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തോടെയാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ് റിലീജിയനായി ക്രിസ്ത്യാനിറ്റി മാറുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് യേശുവിനെ ദൈവപുത്രനായിട്ടല്ല, പൂർണ്ണമായി ദൈവിക പരിവേഷം കൊടുത്താണ്. ഈ നൈസിൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയും. എപ്പോഴൊക്കെ സെമിറ്റിക് മതങ്ങൾ സ്റ്റേറ്റ് റിലീജിയൻ ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ ഭരിക്കപ്പെടുന്ന നാടിൻ്റെ തനതായ മത ദൈവസങ്കല്പങ്ങളെ തരിപ്പണമാക്കിയിട്ടുണ്ട്. പുതുതായി സ്ഥാപിക്കപ്പെട്ട ഒന്നിന് കാലാന്തരേയുള്ള വിശ്വാസങ്ങളെ തകർക്കാൻ പല മാർക്കറ്റിംഗ് രീതികളും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ടതിൽ ഒന്ന് ദൈവത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള എക്സ്ക്ലൂസീവ് പാത എന്ന വാദം, പിന്നെ ഒരിക്കലും ആർക്കും സ്ഥിരീകരിക്കാനാവാത്ത മരണാനന്തര പ്രതിഫലങ്ങൾ. ഇതൊക്കെയാണ് പ്രധാന ആകർഷണങ്ങളായി മാർക്കറ്റിംഗ് ടെക്നിക്കുകളായി മാറിയത്. കൂട്ടത്തിൽ ലേശമല്ലാത്ത അഹിംസയും. ഈജിപ്തിലും സ്റ്റേറ്റ് റിലീജിയനായ ശേഷം ബഹുദൈവാരാധകരുടെ പ്രാർത്ഥനാലയങ്ങളെ അത്രയ്ക്ക് സഹിഷ്ണുതയോടെ അല്ല ഭരണകൂടം സമീപിച്ചത്. സ്റ്റേറ്റ് സ്പോൺസേർഡ് പല ചുവടുകളും ബഹുദൈവാരാധനയെ തകർക്കാൻ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഭൂരിപക്ഷമായ ക്രിസ്ത്യാനിറ്റി ബഹുദൈവാരാധകരും തമ്മിൽ ചെറുതും വലുതുമായ പൊട്ടിത്തെറികൾ സ്ഥിരമായിരുന്ന കാലം. മതപരമായ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാലം. ഈ സമയത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഹൈപ്പേഷ്യയുടെ കഥയല്ല ജീവിതം നടക്കുന്നത്. ഇതിൽ 2 പ്രധാന കഥാപാത്രങ്ങളേ ഉള്ളൂ. ഒന്ന് സിറിൽ, മറ്റേത് ഒറസ്റ്റസ്. ഈ സ്റ്റേറ്റ് റിലീജിയനായ ക്രിസ്ത്യാനിറ്റിയുടെ ചർച്ച് എന്ന സ്ഥാപനം ഭരണത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു, അല്ലെങ്കിൽ ചെലുത്താൻ ശ്രമിച്ചിരുന്നു, പ്രാദേശിക ഭരണത്തിൽ പ്രത്യേകിച്ചും. അലക്സാൻഡ്രിയയുടെ ബിഷപ്പായ സിറിൽ തൻ്റെ സ്വാധീനം രാഷ്ട്രീയത്തിൽ ചെലുത്താൻ നല്ലോണം ശ്രമിക്കുന്ന കാലമാണിത്. പക്ഷേ ഗവർണറായി ജോലി ചെയ്തു പോന്ന ഒറസ്റ്റസ് ക്രിസ്ത്യാനി ആയിരുന്നുവെങ്കിൽ കൂടി ഭരണത്തിൽ ഈ ചർച്ചിൻ്റെ കൈകടത്തലുകൾ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളല്ല. സ്വാഭാവികമായും ഇവർ തമ്മിലുള്ള പൊരുത്തക്കേട് അങ്ങാടിപ്പാട്ടായിരുന്നു. കൂട്ടത്തിൽ ഒറസ്റ്റസിൻ്റെ ഹൈപ്പേഷ്യയുമായുള്ള സൗഹൃദം സിറിലിനെ ചൊടിപ്പിച്ചു. കാരണങ്ങൾ പലതാണ്. ഹൈപ്പേഷ്യ ഒരു നിയോ പ്ലാറ്റോണിസ്റ്റ് തത്വശാസ്ത്രജ്ഞയും ഗണിതശാസ്ത്ര അധ്യാപികയുമൊക്കെ ആയിരുന്നു. പല നാടുകളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾക്ക് ഗണിതം പഠിപ്പിക്കുക മാത്രമല്ല, ജ്യാമിതിയുടെ ഉൾപ്പെടെ പല പ്രധാന ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട് അവർ. പുരാതന ജ്യോതിശാസ്ത്രം, നാവിക സംബന്ധിയായി ഉപയോഗിക്കപ്പെട്ട പല ഉപകരണങ്ങൾ ഒക്കെ പുനർനിർമ്മിക്കുക ചെയ്ത ഒരു ശാസ്ത്ര കുതുകി കൂടിയാണവർ. ഈ നിയോ പ്ലാറ്റോണിസ്റ്റ് എന്ന കൺസെപ്റ്റ് തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസങ്ങളുമായി തീരെ പൊരുത്തപ്പെടാത്ത ശാഖയാണ്. സൃഷ്ടി, ദൈവം, ദൈവിക പ്രകൃതം, മോക്ഷം എന്ന് വേണ്ട എല്ലാ തരത്തിലും നേരെ വിപരീത കാഴ്ചപ്പാടുള്ള വിശ്വാസങ്ങൾ. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി സ്ത്രീ, വെറും സ്ത്രീയല്ല, സ്വതന്ത്ര ചിന്ത പ്രകൃതമാക്കിയ സ്ത്രീ ഹൈപ്പേഷ്യ തൻ്റെ സുഹൃത്തായ ഒറസ്റ്റസിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ സ്വാധീനമാണ് സിറിലിനെ ഏറ്റവും ചൊടിപ്പിച്ചത്. രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്ന ചർച്ചിൻ്റെ സ്വാധീനം കുറച്ചൊന്ന് മന്ദഗതിയിലാക്കാൻ ഒറസ്റ്റസിൻ്റെ പല നിലപാടുകളും കാരണമായി. അതിന് പ്രധാന ഉപദേശകയായതോ ഹൈപ്പേഷ്യ. മാത്രമല്ല, ഇവരുടെ ഈ സൗഹൃദം ക്രിസ്ത്യാനികളും ബഹുദൈവാരാധകരുടെയും ഇടയിൽ ഒരു ന്യൂട്രലായ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൗഹൃദം ഒറസ്റ്റസിന് സമൂഹത്തിൽ എല്ലാ വിശ്വാസങ്ങൾക്കിടയിലും ഒരു സ്വാധീനം ഉണ്ടാക്കി കൊടുത്തിരുന്നു. എന്നാലും ഒരു ചെറിയ വിഭാഗം ഈ സൗഹൃദത്തെ അത്രയ്ക്ക് നല്ല ദൃഷ്ടിയിലല്ല കണ്ടത്. ചുടലതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒറസ്റ്റസിനെ സ്വാധീനിച്ചു വെച്ച ഒരു ദുർമന്ത്രവാദിനിയായി ഹൈപ്പേഷ്യയെ കണ്ടവരുമുണ്ട്. പ്രധാനമായും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരിലാണ് ഹൈപ്പേഷ്യയോടുള്ള വൈരം തുടങ്ങിയത് എങ്കിലും ഇതിനെ ഊതിപ്പെരിപ്പിക്കാൻ ഈ വിഭാഗം ഉപയോഗിച്ചത് സ്ത്രീവിരുദ്ധതയും പ്രത്യേകിച്ച് മതവുമാണ്. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ദുർമന്ത്രവാദിനിയായി ഈ വിഭാഗം ഹൈപ്പേഷ്യയെ ചിത്രീകരിക്കാൻ തുടങ്ങി. ഈ ചരിത്രത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും ക്രിസ്ത്യാനിറ്റി സ്ത്രീകളെ അടിച്ചൊതുക്കാൻ ഉപയോഗിച്ച ഒരു പ്രധാന കാരണം ഇതാണ്. അങ്ങനെ ഈ പ്രചാരണം മതഭ്രാന്തർ ഏറ്റെടുക്കാൻ വൈകിയില്ല. മേലെ തട്ടിൽ അധികാരത്തിലുള്ളവർ എന്ത് കാരണത്താലാണ് ആഹ്വാനങ്ങൾ നടത്താറ് എന്നത് തിരിച്ചറിയാൻ വിശ്വസ്ത വിധേയരായ അണികൾക്ക് മിക്കപ്പോഴും കഴിയാറില്ലല്ലോ. അവരുടെ കണ്ണിൽ തങ്ങളുടെ വിശ്വാസത്തിലുള്ള ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന സ്ത്രീയായി, ദുർമന്ത്രവാദിനിയായി മാത്രമേ ഹൈപ്പേഷ്യയെ കാണാൻ കഴിയുള്ളൂ. ഈ പുരുഷാധിപത്യത്തിലുള്ള സ്ത്രീയുടെ സ്വതന്ത്ര ചിന്ത വെറുക്കപ്പെട്ടു. ദേഷ്യം തോന്നിയാൽ അവർ ചെയ്യുന്നതൊന്നും നമുക്ക് പിടിക്കില്ലല്ലോ, അത് സ്വാഭാവികം. അങ്ങനെ വെറുപ്പിൻ്റെ ഇരുട്ടിൽ ഹൈപ്പേഷ്യ എന്ന തത്വചിന്തകയെ, ഗണിതശാസ്ത്രത്തിൽ തൽപരയായ അധ്യാപികയെ
കാണാൻ അവർക്ക് സാധിച്ചില്ല. ഓറസ്റ്റസിന്റെ സിറിലിനെതിരായ അധികാരങ്ങളും നിലപാടുകളും ഹൈപ്പേഷ്യ എന്ന സ്ത്രീയുടെ മാത്രം കുറ്റമായി കരുതപ്പെട്ടു. സിറിലിന്റെയും ഓറസ്റ്റസിന്റെയും ഇടയ്ക്ക് ഈ തടസ്സം നീക്കാൻ ഈ വിഭാഗം തീരുമാനിച്ചുറച്ചിറങ്ങി. സിറിലിന്റെ വിശ്വസ്ത അനുയായിയായ പീറ്റർ നേതൃത്വം കൊടുത്ത ആൾക്കൂട്ടം സിസേറിയൻ പള്ളിക്ക് മുന്നിൽ രണ്ടും കൽപ്പിച്ച് അണിനിരന്നു. വെറുതെയല്ല, ഒരു കാരണമുണ്ട്. ഹൈപ്പേഷ്യയെ വെറുതെ വിടാൻ പാടില്ല, ഇന്ന് തന്നെ തീർക്കണം അവരുടെ ഉപദേശവും അഹങ്കാരവും. തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തോട് പീറ്റർ ആക്രോശിച്ചു. അങ്ങനെ രോഷാകുലരായി ഇരിക്കുന്ന ഈ ആൾക്കൂട്ടത്തിന്റെ മുന്നിലേക്കാണ് ഹൈപ്പേഷ്യ വന്നിറങ്ങുന്നത്. കയ്യിൽ കിട്ടിയതെല്ലാം ജനം ഹൈപ്പേഷ്യയ്ക്ക് നേരെ എറിയാൻ തുടങ്ങി. ഈ പ്രതികരണം തീരെ പ്രതീക്ഷിക്കാതെ ഒരു സുരക്ഷാ നടപടികളും എടുക്കാതെയാണ് ഹൈപ്പേഷ്യ എത്തിയിരുന്നത്. അവർ അടിതെറ്റി വീണ ഹൈപ്പേഷ്യയെ ലക്ഷ്യമാക്കി ആൾക്കൂട്ടം അടുത്തു. മനസ്സിൽ കരുതിയ എല്ലാ വൈരത്തോടും അവർ അവളെ അടിക്കാനും ഇടിക്കാനും വിവസ്ത്രയാക്കാനും തുടങ്ങി. ഓടി ഒളിക്കാനാവാതെ ചോര വാർന്ന് നിസ്സഹായയായി ശരീരത്തിൽ നിന്നും ജീവൻ അറ്റുപോകും വരെ അവർ കേണപേക്ഷിച്ചു. എന്നാൽ ഈ ദയനീയമായ കരച്ചിലൊന്നും ആ രോദനമൊന്നും മതമന്ധമാക്കിയ മനുഷ്യന്റെ മനസ്സിലിരിക്കാൻ ഉതകിയില്ല. കയ്യിൽ കിട്ടിയതൊക്കെ അവർക്ക് നേരെ എറിഞ്ഞുകൊണ്ടേയിരുന്നു, ആ ജീവൻ അറ്റുപോകും വരെ. ഈ ആൾക്കൂട്ടം ചെയ്യുന്ന കുറ്റത്തിന് ആരെയാണ് പ്രതിക്കൂട്ടി നിർത്തുക? അവരെ നയിച്ച ആശയത്തെ കുറ്റപ്പെടുത്താനേ കാലത്തിന് കഴിയൂ. അല്ലെങ്കിൽ തുറന്ന് ചിന്തിക്കാൻ കൂട്ടാക്കാതെ ദൈവീകതയെ ക്രൂരത കൊണ്ട് കാക്കാൻ ശ്രമിക്കുന്ന ജനക്കൂട്ടത്തെ. ഇത് ഉണ്ടാക്കുന്ന അപകടം ചെറുതല്ല. ഈ മനുഷ്യന്റെ ക്രൂര ചോദനകൾ ദൈവത്തിന്റെ പേരിൽ, ദൈവീക താല്പര്യത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നത് വിരോധാഭാസമാണോ? നന്മയുടെ പ്രതീകമായ ദൈവത്തിന് തണലാകാൻ മനുഷ്യന്റെ ക്രൂരത ആവശ്യമുണ്ടോ? അതോ ഇതെല്ലാം തോന്നിയതുപോലുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് മനുഷ്യർ കണ്ടെത്തിയ ന്യായങ്ങളോ? ഈ ദൈവം മനുഷ്യരൂപത്തിൽ പിറന്ന കാര്യത്തിലും ഒരു മനുഷ്യസ്ത്രീക്ക് ദൈവത്തിനെ പ്രസവിക്കാനാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും മറ്റും അക്കാലത്ത് പല ഡോക്ടറിനുകളിലും വന്നിരുന്നു. ആ സമയത്ത് യേശു ദൈവം മനുഷ്യരൂപത്തിൽ വന്നതാണ് എന്നും മേരി മാതാവിൽ കൂടിയാണ് ജന്മമെടുത്തതെന്നും ഒക്കെയുള്ള ഓർത്തഡോക്സ് വിശ്വാസത്തെ പൂർണ്ണമായും പ്രതിരോധിച്ച സിറിൽ അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനാക്കുന്നുണ്ട്. ഈ ഹൈപ്പേഷ്യ എന്ന തത്വജ്ഞയോ ഗണിതശാസ്ത്രത്തിലെ അവരുടെ വർക്കുകളോ ഒന്നും മിക്കവരും ഓർക്കാൻ സാധ്യതയില്ല. എന്നാൽ ഈ സംഭവം മാത്രമല്ല, ഇതുപോലുള്ള പല ക്രൂരതകളും, അതായത് ഈ ജൂതന്മാരെ അലക്സാൻഡ്രിയയിൽ നിന്ന് ഓടിക്കുന്നതും മറ്റും ഉൾപ്പെടെയുള്ള നിലപാടുകൾ എടുത്ത സിറിലിനെ വെറും സിറിലല്ല, സെയിന്റ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയയായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഈജിപ്തിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിന്റെ പ്രധാനിയായി സിറിൽ ഇന്നും അറിയപ്പെടുന്നു. ഈ കോപ്റ്റിക് ക്രിസ്ത്യാനിറ്റിക്ക് പ്രത്യേകമായി പോപ്പൊക്കെയുണ്ട്. അവർ പഴയ കോപ്റ്റിക് കലണ്ടറാണ് ഇന്നും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ജാനുവരിയിലൊക്കെയാണ് ഇപ്പോഴും ആഘോഷിക്കുന്നത്. എന്തായാലും 7-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിനെ അറബികൾ ആക്രമിക്കുന്നു, അധിനിവേശത്തിലാക്കുന്നു. പിന്നീടും നൂറ്റാണ്ടുകൾ ക്രിസ്ത്യൻ വിശ്വാസം തന്നെയാണ് ഭൂരിപക്ഷമായി അവിടെ നിലനിന്നിരുന്നത്. ശേഷം പതുക്കെ ഇസ്ലാം മതം ശക്തി പ്രാപിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്നും ചെറിയൊരു വിഭാഗം കോപ്റ്റിക് ക്രിസ്ത്യൻസ് ഈജിപ്തിലുണ്ട്. ഹൈപ്പേഷ്യയുടെ ജീവിതത്തെ ആസ്പദമാക്കി 2009 അഗോറ എന്ന സിനിമ ഇറങ്ങുന്നുണ്ട്. അതേ വർഷം തന്നെ ടി.ഡി. രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോറ എന്ന മലയാള നോവലിലും ഹൈപ്പേഷ്യയെ പരാമർശിക്കുന്നുണ്ട്. വിവേകം, അറിവിനായുള്ള യുക്തിസഹമായ അന്വേഷണം, സ്വതന്ത്ര ചിന്ത ഒക്കെ അവരെ വ്യത്യസ്തമാക്കുന്നു. എന്നാൽ അതിനവർക്ക് കൊടുക്കേണ്ടി വന്ന വില ചെറുതല്ല. യൗവനത്തിലല്ല അവർ കൊല്ലപ്പെട്ടത് എന്ന് അനുമാനിക്കപ്പെടുന്നു. മതഭ്രാന്തരായ ആൾക്കൂട്ടത്തിന്റെ ക്രൗര്യം അതിന്റെ ഏറ്റവും ഭീകരാവസ്ഥയിൽ കണ്ടാണ് അവർ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. അവർ ചെയ്ത കുറ്റമോ? ക്രിസ്ത്യാനിറ്റി അഡോപ്റ്റ് ചെയ്തില്ല, ബഹുദൈവാരാധനയെ സപ്പോർട്ട് ചെയ്തു, ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്തു, സ്വതന്ത്ര ചിന്ത ഒരു സ്ത്രീയായിരിക്കെ വളരെ ശക്തമായി എക്സസൈസ് ചെയ്തു, ഒക്കെ തന്നെ. മനുഷ്യരെ യുക്തിയില്ലാത്ത ഭ്രാന്തരാക്കാനും അതിൻ്റെ പേരിൽ വൃത്തികെട്ട ക്രൂര പ്രവർത്തികൾ ചെയ്യിക്കാനും പറ്റുന്ന ചുരുക്കം ചില കാരണങ്ങളിൽ പ്രധാനിയാണ് മതം. ആ വാക്കിന് അഭിപ്രായം എന്നതിൽ പരം അർത്ഥം കൊടുത്തു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക.